നമുക്കറിയാം 1926 ഉത്ഭവം കൊണ്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന, നമ്മളൊക്കെ ചുരുക്കത്തിൽ സമസ്ത എന്ന് വിളിക്കുന്ന വലിയ പ്രസ്ഥാനം 2026 ആകുമ്പോഴേക്ക് 100 വർഷം തികയുന്നതിൻ്റെ ആഘോഷ പരിപാടികളിലാണ് ഇരുവിഭാഗം സമസ്തകളും എന്നുള്ളതാണ്. 1926 ആരംഭിച്ച സമസ്തക്ക് 1989 ഒരു വലിയ പിളർപ്പുണ്ടായി എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയമാണ്. ഇതിന് ഒരു രീതിയിൽ കാരണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. സമസ്തക്ക് രാഷ്ട്രീയമുണ്ടെന്ന് ഒരു വിഭാഗവും, സമസ്തക്ക് രാഷ്ട്രീയമില്ല, സമസ്തയായി തന്നെ തുടരണമെന്നും, സമസ്തക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നിലേക്ക് അണിചേർന്നുകൊണ്ട് അതിനെ അകമ്പടിയോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ഒരു വിഭാഗവും പറഞ്ഞതിൻ്റെ കാരണത്താലാണ് ചുരുക്കത്തിൽ ഇതിന് പിളർപ്പുണ്ടായത് എന്ന് നമുക്ക് കൃത്യമായും പറയാവുന്നതാണ്. ഈ പിളർപ്പിന് ശേഷം നമുക്കറിയാം, സമസ്ത EK വിഭാഗം എന്ന് പറയുന്ന പ്രസ്ഥാനം മുസ്ലിം ലീഗിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കാഴ്ചകളായിരുന്നു ഇക്കാലം എത്രയും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ ലീഗും ദീനും ഒന്നാണെന്ന് വരെ അക്കാലത്ത് 89 അങ്ങ് പറഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് നമുക്ക് ജീവിക്കുവാൻ പലപ്പോഴും ആവശ്യമായി വരുന്ന രാഷ്ട്രീയ സംഘടനകളിൽ ഒന്നാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. എന്നാൽ സമസ്ത എന്ന് പറയുന്നത് ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം മുസ്ലിമീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനും, എന്താണ് പുത്തൻവാദം എന്ന് ജനങ്ങളെ മനസ്സിലാക്കുവാനും, അത്തരത്തിലുള്ള ജനങ്ങളെ ദീനീപരമായ ഉന്നതിയിലേക്ക് നയിക്കുവാൻ വേണ്ടി ഉദ്ദേശത്തോടുകൂടെ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സമസ്ത എന്ന് പറയുന്നത്. അതിൽ പല രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാകാം. അതിൽ ഏത് കക്ഷികളും, ഏത് കക്ഷി രാഷ്ട്രീയക്കാരനാണെങ്കിലും അവരിലേക്ക് സമസ്തക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയണം, അവൻ മുസ്ലിം ആണെങ്കിൽ എന്നുള്ളതാണ് ഒരു വിഭാഗത്തിൻ്റെ ആശയം. EK വിഭാഗം അത്തരത്തിൽ മുസ്ലിം ലീഗിനോട് ചേർന്ന് പ്രവർത്തിക്കുകയും, AP വിഭാഗം രാഷ്ട്രീയമല്ല, സമസ്തക്ക് രാഷ്ട്രീയമില്ല, നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ സഹായിക്കും, ഇത് രാഷ്ട്രീയപരമായി അല്ലാതെ കൃത്യമായ ഒരു പാർട്ടിക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ സമസ്തക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരും മുന്നോട്ട് പോയി. മാഷാ അല്ലാഹ്, ഇരുവിഭാഗവും കേരളത്തിൽ വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ചു. പ്രത്യേകിച്ച് AP വിഭാഗം മർക്കസ് നോളജ് സിറ്റിയെ പോലെയുള്ള വലിയ വിപ്ലവകരമായ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾ കേരളത്തിൽ നടത്തി എന്നുള്ളതാണ്. ഏതായാലും ഈ സമസ്ത EK വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 2025 അവസാനത്തോടുകൂടി ഇപ്പോൾ ശതാബ്ദി യാത്ര എന്ന് പറയുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു വലിയ യാത്ര അങ്ങ് കേരളത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റത്തേക്ക് നടക്കുകയാണ്. സമസ്തയുടെ 100ാം വാർഷികത്തിലേക്കുള്ള സന്ദേശയാത്രയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ചില അവശബ്ദങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 2025 സമസ്ത EK വിഭാഗം എത്തി നിൽക്കുമ്പോൾ ഒരു വിഭാഗം പറയുന്നത് അന്ന് AP സമസ്ത അല്ലെങ്കിൽ കാന്തപുരം AP അബൂക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്ത പറഞ്ഞതുപോലെ സമസ്തക്ക് രാഷ്ട്രീയമില്ല എന്നാണ്. എന്നാൽ ഒരു വിഭാഗം പറയുന്നത് സമസ്തക്ക് രാഷ്ട്രീയമുണ്ട് എന്നും തന്നെയാണ്. അതായത് കൃത്യമായും സമസ്ത മുസ്ലിം ലീഗിനോട് ചേർന്ന് പ്രവർത്തിക്കണമെന്നും പാണക്കാട്ട് നിന്ന് ഉത്തരവുകൾ കൈമാറണമെന്നും എന്നുള്ള ഒരു ആശയമാണ് ഇപ്പോഴും ഒരു വിഭാഗത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം സമസ്തക്ക് രാഷ്ട്രീയമില്ല, ഉമർ ഫൈസിയെ പോലെ ഉള്ളവരൊക്കെ സമസ്തക്ക് രാഷ്ട്രീയമില്ല എന്ന് വാദിക്കുന്നു. ഈ കാരണത്താൽ നമുക്കറിയാം പല വിഷയത്തിലും അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുകയും സമസ്തയിൽ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരെന്ന് പറയുന്നവരും ഉണ്ടായി എന്നുള്ളതാണ് മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ശതാബ്ദി യാത്രയുടെ തുടക്കത്തിൽ ഒരു വിഭാഗം ഈ സമസ്തക്കാര് തന്നെ ഈ യാത്രയെ ബഹിഷ്കരിച്ചങ്ങ് കളഞ്ഞു എന്നുള്ളതാണ്. ഈ ബഹിഷ്കരണം മലപ്പുറത്ത് എത്തുമ്പോഴേക്ക് ഏകദേശം അതിൻ്റെ പ്രശ്നപരിഹാരങ്ങളൊക്കെ നടത്തുകയും മലപ്പുറത്ത് എല്ലാവരും ഒന്നിച്ചുകൊണ്ട് യാത്രയിൽ അണിചേരുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഈ യാത്ര കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുതലക്കുളം മൈതാനിയിലേക്ക് എത്തി എന്നുള്ളതാണ്. മലബാറിന്റെ തലസ്ഥാനമെന്ന് വേണമെങ്കിൽ പറയാവുന്ന കോഴിക്കോട് ഈ മുതലക്കുളത്ത് ഈ സമ്മേളനം നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മുസ്ലിം ലീഗിൻ്റെയും അങ്ങനെ നാനാ പാർട്ടികളുടെയും രാഷ്ട്രീയ കക്ഷികൾ എന്നുള്ള സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഏവരും സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു രീതിയിലേക്ക് പണ്ടത്തേതിൽ നിന്ന് വിഭിന്നമായി
മുസ്ലിം ലീഗിനെ മാത്രം ക്ഷണിക്കുന്ന രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സ്റ്റേജ് മുതലക്കുളത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സമസ്തയിലെ മുസ്ലിം ലീഗുകാരായ ആൾക്കാർക്കൊന്നും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് കെ ടി ജലീൽ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെന്നും LDFുമായി ഇവിടുത്തെ CPIയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന രീതിയാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വലിയ ഇഷ്ടമില്ലാത്ത ആളുകളാണ് പലപ്പോഴും മുസ്ലിം ലീഗുകാർ അല്ലെങ്കിൽ സമസ്തയിലെ മുസ്ലിം ലീഗ് അനുഭാവികൾ എന്ന് പറയുന്നത്. ഏതായാലും ഇന്നലെ കോഴിക്കോട് വെച്ച് ആ കെ ടി ജലീൽ ഉഗ്രമായ പ്രഭാഷണം നടത്തി എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെ പുകഴ്ത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ആളോ ആയതുകൊണ്ടല്ല ഇത് പറയുന്നത്. പക്ഷെ സമസ്തയുടെ സ്റ്റേജിൽ കെ ടി ജലീലിന്റെ സാന്നിധ്യം ഒരു വേറിട്ട് തന്നെ കാണാനുണ്ടായി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ കെ ടി ജലീൽ പറയുന്നു, ഈ നൂഹ് നബിയുടെ കപ്പലിലേക്ക് ചില ആളുകൾ പാഞ്ഞു കയറിയതുപോലെ ഒരവശബ്ദം ഈ യാത്ര തുടക്കകാലത്ത് കേട്ടിരുന്നു. പക്ഷെ അത്തരക്കാർക്കൊക്കെയും സമസ്തയുടെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് അങ്ങ് വന്ന് മലപ്പുറത്ത് എത്തുമ്പോഴേക്ക് അങ്ങ് ചേരേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മളുടെ കൺമുന്നിൽ കാണുന്ന കാഴ്ച എന്നാണ് കെ ടി ജലീൽ പറഞ്ഞതിൻ്റെ ആകസാരം. ഏതായാലും ജലീലിന്റെ വാക്കും സമസ്തക്കാരുടെ തക്ബീറും നമുക്കൊന്ന് കേൾക്കാം. നൂഹേ, ഞങ്ങളിൽ നിന്ന് മോശപ്പെട്ടവരല്ലാതെ, വളരെ പിന്നിൽ നിൽക്കുന്ന ആളുകളല്ലാതെ കാര്യപ്പെട്ടവരാരും നിന്റെ കൂട്ടത്തിലില്ലല്ലോ, നിന്നെ പിൻപറ്റുന്നതായി കാണുന്നില്ലല്ലോ. അവസാനം അത് പറഞ്ഞവർക്ക് രക്ഷപ്പെടാൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലിൽ കയറേണ്ടി വന്നു. സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്റെ കപ്പൽ യാത്ര കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ചപ്പോ ഇങ്ങനെയുള്ള ചില വാദങ്ങൾ ഉയർന്നു കേട്ടിരുന്നു, അഭിപ്രായങ്ങൾ മുഴങ്ങിക്കേട്ടിരുന്നു. പക്ഷെ അവരെല്ലാം സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കപ്പലിൽ കയറി സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ നെഞ്ചോട് ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതാണ്, ഈ യാത്രയുടെ തുടക്കകാലത്ത് ചില അപശബ്ദങ്ങൾ കേട്ടിരുന്നു. പക്ഷെ അവരും കൂടി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ പ്രസ്ഥാനത്തിൽ അണിചേരുന്ന, ഈ യാത്രയിൽ അണിചേരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടതെന്നാണ് കെ ടി ജലീൽ കോഴിക്കോട് വെച്ച് പ്രസംഗിച്ചത്. അതിന് സമസ്തക്കാരുടെ ഒരു ഉഗ്രൻ തെക്കുബീറും മുഴങ്ങുന്നത് നമ്മൾക്ക് കേൾക്കാനിടയായി. ഈ തെക്കുബീർ പിടിക്കാത്ത ഒരു വിഭാഗം ആളുകൾ അവിടെ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഹദീസ് ഓതുന്നതും നൂഹ് നബിയുടെ ചരിത്രം പറയുന്നതും ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പുകഴ്ത്തി പറയുന്നതും ഒക്കെ കെ ടി ജലീൽ ആയതുകൊണ്ട് അത് പിടിക്കാത്ത ചില ആളുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ കെ ടി ജലീൽ സമസ്തയുടെ സ്റ്റേജ് അലങ്കരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാനായത്. ഇതൊരു വലിയ വ്യത്യാസമാണ്. രാഷ്ട്രീയക്കാർ കോൺഗ്രസിന്റെ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ ഈ നിരന്തരം, നമുക്കറിയാം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നടത്തിയത് മുഖ്യമന്ത്രിയാണ്. യാത്രയിലുടനീളം എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉദ്ഘാടനം നടത്തുകയും സ്വാഗതം പറയുകയും ആശംസ അറിയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ യാത്ര ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ AP സമസ്തയുടെ മറുവിഭാഗം സമസ്തയുടെ യാത്രയാണോ ഇങ്ങനെ പോകുന്നത് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. കാരണം മുൻകാലങ്ങളിലൊക്കെ AP സമസ്തയുടെ പ്രോഗ്രാമുകളും പരിപാടികളുമായിരുന്നു നാനാ രാഷ്ട്രീയക്കാർ സ്റ്റേജ് അലങ്കരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കാണാറുള്ളത്. എന്നാൽ ആ ഒരു രീതിയിലേക്ക് തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇപ്പോൾ ഈ സമസ്തയെ കൂടി നയിക്കുന്നത് കാണുമ്പോൾ ഇരു സമസ്തകളും ഇനി ഒരു വ്യത്യാസവും, പണ്ടേ ആശയപരമായി ഒരു വ്യത്യാസവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയം വേണോ വേണ്ടേ, രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കണോ വേണോ വേണ്ടേ എന്നാണ് ഒരു പരിധിവരെ പിളരാൻ കാരണമെങ്കിൽ ഇപ്പോൾ അത് ഒരു വ്യത്യാസവുമില്ലാത്ത രീതിയിലേക്ക് രണ്ട് സമസ്തയും മാറിയിരിക്കുന്നു. കാന്തപുരത്തിന്റെ നയത്തിൽ തന്നെ ജിഫ്രി തങ്ങളും പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഒരു വ്യത്യാസവുമില്ലാത്ത രീതിയിലേക്ക് ഇരു സമസ്തകളും മാറിക്കഴിഞ്ഞു എന്ന് തന്നെയാണ്. ഇത് കാന്തപുരത്തിന്റെ യാത്രയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ
സ്റ്റേജുകൾ അലങ്കരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ യാത്രയുടെ ഒരു വ്യത്യാസം. ഏതായാലും കാസർഗോഡ് എത്തുമ്പോഴേക്ക് ആരൊക്കെ യാത്രയുടെ ഭാഗമാകും എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.